മാനസമൈനാ മൈനയെ ഞാൻ കുറ്റം പറയില്ല. അവളൊരു സ്ത്രീയാണ്. അബദ്ധങ്ങളിൽ ചെന്ന് വീഴാൻ മാത്രം വിധിക്കപ്പെട്ട പാവപ്പെട്ട ഒരു പെണ്ണ്. അവള് സിദ്ധാർത്ഥനെ സ്നേഹിച്ചു, മാനസിക്ക് വേണ്ടി വഴിമാറിക്കൊടുത്തു. പിന്നീട് അങ്ങോട്ട് ഹരിയുടെ സംരക്ഷണം മാത്രമേ അവൾക്ക് വേണ്ടി വന്നുള്ളൂ. ആ കുഞ്ഞ് നഷ്ടപ്പെട്ടതോടെ വഴിമുട്ടിപ്പോയത് അവൾക്കാ. അവളൊരു പെണ്ണല്ലേ ഹരി? ഒരാൺതുണ ഇല്ലാതെ എത്ര നാൾ കഴിയാനാവും അവൾക്ക്? അവള് അർജുനെ സ്നേഹിച്ചു തുടങ്ങിയെങ്കിൽ അതൊരു ആശ്വാസമായിട്ടല്ലേ നമ്മൾ കരുതേണ്ടത്? അതെ, അത് തന്നെയാണ് ശരിയായ തീരുമാനം. അല്ലാതെ മാനസയിൽ നിന്നും സിദ്ധാർത്ഥനെ വേർപെടുത്തി കൊടുക്കാനാവോ ഹരിക്ക്? ഹരി എന്തൊന്നും മിണ്ടാത്തെ? സത്യം പറ, എന്നെ ചതിക്കുന്നുണ്ടോ നീ? പറ. എന്തായി പറഞ്ഞേ? കുറെ നാളായി നിന്നോട് പറയാതെ മനസ്സിലടക്കി നീട്ടുക ഞാൻ. ഇങ്ങനൊരു ദിവസം, മൈന എന്നെ ഒഴിവാക്കുന്ന ദിവസം, അവൾ എന്നെ വേദനിപ്പിക്കുന്ന ദിവസം, ഈ ദിവസം നീ സത്യമായിട്ടും ആഗ്രഹിച്ചിട്ടില്ല? ഹരി, യെസ് ഓർ നോ? നമുക്ക് വാക്കുകൾ കുറയ്ക്കാം. നീ പറയുന്ന എനിക്ക് മനസ്സിലാക്കാൻ ഒരുപാട് വാക്കുകളുടെ പിൻബലം വേണ്ട. ടെൽ മീ, യെസ് ഓർ നോ? നോ ഹരി. ഞാൻ എന്തിന്? പിന്നെ എന്തിന് നീ മൈനയും അമ്മണിയമ്മയും എന്നോട് സംസാരിക്കാൻ ഫോൺ ചെയ്യും? യെസ്, ഞാനതൊരിക്കൽ പറഞ്ഞതാണ്, സമ്മതിച്ചതാണ്. നല്ല ഉത്തരം. ഒന്നുകൂടെ ചോദിച്ചോട്ടെ? എന്നോട് പറയാൻ കുറെ നാളുകളായി നീ പഠിച്ചു വെച്ചിരുന്നത് പോലെയുള്ള വാചകങ്ങൾ ഇപ്പൊ നീ പറഞ്ഞു. എന്നെ നീ സാന്ത്വനിപ്പിക്കുമ്പോ നിന്റെ ഉള്ളിലെ ആനന്ദം ഞാൻ തിരിച്ചറിയുന്നുണ്ടായിരുന്നു ഗൗരി. ഒരു വിജയിയുടെ ആനന്ദം. ഗൗരി, ഈ ഒരു ദിവസത്തിന് വേണ്ടി, ഈ ആനന്ദത്തിന് വേണ്ടി നീ എന്തെങ്കിലും അബദ്ധം കാണിച്ചോ? മൈനയുടെ കുഞ്ഞിനെ കാണാതായതിൽ നിനക്ക് പങ്കുണ്ടോ ഗൗരി? ഹരി, ഹരി എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞെന്ന് ചോദിച്ചു പോയതാ വെറുതെ. അങ്ങനൊരു വാർത്ത ഒരിക്കലും ഞാൻ കേൾക്കരുതേ ഗൗരി. അങ്ങനെ ഉണ്ടായാൽ പിന്നെ ഞാനില്ല. ഹരി, എന്നെ സംശയിക്കല്ലേ ഹരി? എന്നെ അവിശ്വസിക്കല്ലേ? പ്ലീസ് ഹരി, പ്ലീസ്. അത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല മൈനെ. അതും അർജുനൻ എന്ന റാസ്കലിന്റെ മുന്നിൽ വെച്ച് ഹരിയേട്ടൻ ഇൻസൾട്ട് ചെയ്യേണ്ടിയിരുന്നില്ല. ഒരു കാര്യം നീ മറക്കണ്ട, ഹരിയേട്ടൻ എന്ന മനുഷ്യൻ സ്നേഹിച്ച പോലെ നിന്നെ ആരും ഈ ഭൂമിയിൽ സ്നേഹിച്ചിട്ടുണ്ടാവില്ല. അതൊന്നും സിദ്ധു എനിക്ക് പറഞ്ഞു തരേണ്ടതില്ല, എനിക്കറിയാം. അർജുനൻ, ആ റാസ്കലിന് ഇവിടെ കാര്യം? കുറെ ആയി ഞാൻ അറിയുന്നു. അവനുണ്ടല്ലോ എപ്പോഴും ഇവിടെ. ആര് പറഞ്ഞിട്ടാ? ആരാ അവന് നിന്റെ അമ്മണിയമ്മയുടെ കാര്യം നോക്കാൻ അധികാരം കൊടുത്തത്? അതോ പണ്ടത്തെ അവനോടുള്ള വെറുപ്പൊക്കെ മറന്ന് നീ അങ്ങ് കൂടെ കൂട്ടാൻ തീരുമാനിച്ചോ? സിദ്ധു, വാക്കുകൾ വഴിതെറ്റി പോകുന്നുണ്ട് സിദ്ധുവിന്. പിന്നെ എന്തിനാ നീ അപ്പോ ഹരിയേട്ടനോട് മാത്രം ഇവിടെ ഇറങ്ങി പോവാൻ പറഞ്ഞേ? അവനല്ലേ ആദ്യം എടുത്ത് പുറത്ത് കളയണ്ടേ? അർജുനൻ എന്താണെന്നും ആരാണെന്നും ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അവനൊരിക്കൽ നീ ഒഴിവാക്കി വിട്ടതുവാ. എന്നിട്ട് അവൻ നിന്റെ പുറകെ തന്നെ ഉണ്ട്. മതി, നിർത്ത്. സിദ്ധു ഒരുപാട് വട്ടം ചുറ്റി പറഞ്ഞു വരണ്ട. എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയാം. ഒരു കാര്യം മനസ്സിലാക്കണം എല്ലാരും. പ്രസവിച്ച കുഞ്ഞിനെ നഷ്ടപ്പെട്ട ഒരു അമ്മയാണ് ഞാൻ.
എനിക്ക് എന്റെ കുഞ്ഞിനോളം വലുതല്ല മറ്റാരും. ഇപ്പോ സിദ്ധു പോലും. അതെ സിദ്ധു, സത്യമാണ്. ഒരിക്കലും ഇനി എന്നെ തേടി വരില്ലെന്ന് ഉറപ്പ് പറഞ്ഞിരുന്നു സിദ്ധു. പക്ഷെ വന്നു. എന്നാ അന്ന് പറഞ്ഞ വാക്കുകളൊന്നും ഞാൻ മറന്നിട്ടില്ല. എന്തായാലും ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചോളൂ, സിദ്ധു ഇനി എന്നെ തേടി വരരുത്. നിങ്ങൾ തേടി വന്നിരുന്നത് നിങ്ങളുടെ കുഞ്ഞിനെയായിരുന്നു. എന്റെ വയറ്റിൽ വളർന്നുകൊണ്ടിരുന്ന നിങ്ങളുടെ കുഞ്ഞിനെ. അതിപ്പോ എന്റെ അടുത്തില്ല. അതെവിടെയാണെന്നോ മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ആ കുഞ്ഞില്ല. ഇനി എന്തിനാ നിങ്ങൾ എന്നെ തേടി വരുന്നേ? കുഞ്ഞില്ല, പിന്നെ കുഞ്ഞിന്റെ അച്ഛനെന്താ കാര്യം? വരരുത്. ഇപ്പൊ ഇവിടെയുള്ളത് ആ പാവം മൈനയല്ല. ജീവിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞു തുടങ്ങിയ ഒരു സ്ത്രീയാണ്. എല്ലാവരും എന്നെ സ്നേഹിക്കുന്നു വിശ്വസിക്കുന്ന, സ്നേഹിക്കുന്നവരെന്തു പറഞ്ഞാലും അനുസരിക്കുന്ന, ഒന്നിനും പരാതിയോ പരിഭവമോ കാണിച്ചിട്ടില്ലാത്ത, സ്വന്തമായ അഭിപ്രായങ്ങളില്ലാത്ത ആ പഴയ മൺകൂടല്ല ഞാൻ. ജീവനുണ്ട് എനിക്ക്. എന്റെ ഉള്ളിലിപ്പോ ഒന്ന് മാത്രമേ ഉള്ളൂ, എന്റെ കുഞ്ഞ്. അതിനെ എനിക്ക് വേണം. നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിനോടും വലുതല്ല എനിക്ക് മറ്റാരും. ആരും. അതെ, എനിക്ക് നമ്മുടെ കുഞ്ഞിനോർത്ത് വേദന ഇല്ല എന്നാണോ നീ പറയുന്നത്? മനസ്സിൽ കരഞ്ഞുകൊണ്ടാ ഞാൻ പലരുടെ മുന്നിൽ ചിരിക്കാൻ ശ്രമിക്കുന്നത്. ഓരോ നിമിഷവും ഞാൻ തിരയുകയാ നമ്മുടെ കുഞ്ഞിനെ. അത് ഞാൻ അറിയേണ്ട കാര്യമില്ല. സിദ്ധുവിനൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. സിദ്ധുവിനെ സ്നേഹിച്ചവരും സിദ്ധു സ്നേഹിച്ചവരും എല്ലാം കൺവെട്ടത്തുണ്ട്. എനിക്ക് സ്നേഹിക്കാൻ എന്റെ കുഞ്ഞു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ സ്നേഹം. സിദ്ധു പ്ലീസ്, സ്നേഹത്തിന്റെ ഇഷ്ടത്തിന്റെ പഴങ്കഥകൾ പറഞ്ഞ് കരയാനോ ചിരിക്കാനോ കഴിയുന്നൊരവസ്ഥയിലല്ല ഞാൻ. അത് ആവർത്തിക്കാനോ ഓർമ്മിപ്പിക്കാനോ സിദ്ധു ഇനി ശ്രമിക്കരുത്. അതിനുവേണ്ടി നിങ്ങൾ ഇനി എന്നെ തേടി വരേണ്ടതില്ല. അമ്മണിയമ്മേ, ആരാത്? ഞാനാ അമ്മണിയമ്മേ, അർജുനാ. എന്താ മോനെ? വിളി വെച്ച കേട്ടപ്പോ പെട്ടെന്ന് എനിക്ക് ആളെ മനസ്സിലായില്ല. ജോലി തിരക്കിലാവൂല്ലേ? ഓ, ഇവിടെ എന്ത് ജോലി തിരക്ക്? ഇതങ്ങ് അകത്തേക്ക് വെച്ചേക്ക്. കുറച്ച് നാടൻ മാങ്ങ വീട്ടിലെ പറമ്പിലുണ്ടായതാ. പണിക്കാരൻ ചെറുക്കനെ കയറ്റി പറിച്ചെടുത്തതാ. പഴുത്താ നല്ല മധുരമാ. മൈനയ്ക്ക് പണ്ടേ മാമ്പഴം ഭയങ്കര ഇഷ്ടമാ. വേണ്ടായിരുന്നു മോനെ, മൈനെ അറിഞ്ഞാ എന്നെ വഴക്കുറയും. അങ്ങനൊന്നും ഉണ്ടാവില്ല. അമ്മണിയമ്മ ഇതങ്ങ് പത്തായത്തിലേക്ക് എടുത്തു വെക്കും. ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ വെക്കാം. വേണ്ട, ഞാൻ വെച്ചോളാം. എന്തായാലും കേസ് കൊടുക്കാൻ തോന്നിയത് നന്നായി. ഭയങ്കര സംഭവമായി കേട്ടോ. പത്രത്തിലും ചാനലിലൊക്കെ ഉഗ്രം വാർത്തയാ. ഏതൊക്കെ സംഘടനകളൊക്കെ ഏറ്റുപിടിച്ചിട്ടുണ്ടെന്നാ കേട്ടത്. ഇനി കാര്യങ്ങൾ ഫാസ്റ്റ് ആവും. എന്റെ അമ്മണിയമ്മേ, നമ്മുടെ മൈനയുടെ കുഞ്ഞിനെ കാണാതായ ന്യൂസ് വന്നതോടെ എത്ര കാര്യങ്ങൾ പുറത്തു വന്നെന്നറിയോ? ഇതുപോലെ ഒരുപാട് കുഞ്ഞുങ്ങളെ പലയിടത്തുനിന്ന് കാണാതായിട്ടുണ്ടെന്ന്. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന മാഫിയ ഇറങ്ങിയിട്ടുണ്ടെന്നാ പറയണത്. അതും പല പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ. എന്തൊരു കഷ്ടം നോക്കി. ഈശ്വര, ഇങ്ങനെ കുഞ്ഞുങ്ങളെ പിടിച്ചോണ്ട് പോയിട്ട് എന്തിനാ മോനെ? മഹാഭാവമല്ലേ? ഓ എന്റെ കൃഷ്ണ. വിദേശത്തേക്കൊക്കെ കടത്താനെന്നാ വാർത്തയിൽ പറഞ്ഞത്. എന്തായാലും നമ്മൾ കേസ് കൊടുത്ത് കറക്റ്റ് ടൈമിലാ.
ഹരിശങ്കറും കേരള പോലീസൊന്നും വേണ്ടി വരില്ല. CBI വരാൻ പോണ്. കളിക്കുന്ന കളിയാ. അവര് പൊക്കിയെടുത്തരും നമ്മുടെ കുഞ്ഞിനെ. അല്ല, ഞങ്ങൾ ഈ കേസിന്റെ കാര്യം പറയായിരുന്നേ. കുഞ്ഞിനെ നമുക്ക് കിട്ടും, പേടിക്കാനൊന്നുമില്ല. പിന്നെ ലക്ഷ്മി ഹോസ്പിറ്റൽ പൂട്ടിച്ചു. എന്തായാലും നമ്മൾ കൊടുത്ത പരാതി ഏറ്റു. ഒന്ന് രണ്ട് ചാനലുകാർ എന്നോട് സ്ട്രിക്റ്റ് ആയിട്ട് ചോദിച്ചു മൈനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുമെന്ന്. ന്യൂസിനോടൊപ്പം മൈനയുടെ ഇന്റർവ്യൂ കാണിക്കാനാ. ഞാൻ എന്താ അവരോട് പറയണ്ടേ? ഞാനില്ല ഒന്നിനും. ആ, എനിക്കറിയാം മൈന ഇതേ പറയുന്നു. ഞാനിത് അവരോട് പറഞ്ഞതാ. പത്രക്കാരല്ലേ, അവര് നിർബന്ധിച്ചോണ്ടിരിക്കുക. അമ്മണിമേ, എന്തായി സഞ്ചിയില്? അത് കുറച്ച് പച്ചമാങ്ങയാ. ഈ കൊച്ചൻ നമ്മുടെ വടക്കേ മുറ്റത്തെ മാവുന്ന നിനക്ക് ഓർമ്മയില്ലേ? പണ്ട് ആ മാവിന്റെ ചോട്ടിലായിരുന്നില്ലേ നീ എപ്പോഴും? വെച്ചോളൂ, ഇതിവിടെ വേണ്ട. മൈനെ, ഞാൻ നിനക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? മോളെ, അത് ഞാനൊരു 100 വട്ടം പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, അന്യര് കൊണ്ടുവരുന്നതൊന്നും ഇവിടെ വാങ്ങി വെക്കരുതെന്ന്. മൈനെ, നിങ്ങളോട് ഞാൻ ആവശ്യപ്പെട്ടോ എന്നെ സഹായിക്കാൻ? മേലിൽ ഇവിടെ കണ്ട ചക്കയും മാങ്ങയും തേങ്ങയൊക്കെ വാരിക്കിട്ട് കൊണ്ടുവന്നാലുണ്ടല്ലോ, മറ്റുള്ളവരുടെ സഹായവും താങ്ങും അനുഭവിച്ച് കൊതി തീർന്നില്ലേ നിങ്ങൾക്ക്? ഇനി ഇതിന്റെയൊക്കെ പ്രതിഫലമായി ഇവരൊക്കെ എന്ത് ചോദിക്കാൻ പോകുന്നെന്ന് അറിഞ്ഞോണ്ടാണോ നിങ്ങൾ ഇതൊക്കെ വാങ്ങാൻ പോയേ? മേലിൽ ഇത് ആവർത്തിക്കരുത്. ഒരു സഹായ കമ്മിറ്റിക്കാരിറങ്ങിയിരിക്കുന്നു. എന്തിനാ മൈനെ ഈ പാവ അമ്മണിയമ്മയെ വിഷമിപ്പിക്കുന്നത്? ഇതൊന്നും വേണ്ടെങ്കിൽ ഞാൻ തിരിച്ചു കൊണ്ടുപോവാ. നിനക്കിഷ്ടമില്ലാത്തൊന്നും ഇനി ചെയ്യില്ല ഞാൻ. നീ എന്താ കരുതി വെച്ചിരിക്കുന്നേ? ഇങ്ങനെയൊക്കെ കാണിച്ചാൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു? പുച്ഛമാ തോന്നുന്നത്, വെറും പുച്ഛം. കള്ളനാണെങ്കിലും തെമ്മാടിയാണെങ്കിലും സ്വന്തം വ്യക്തിത്വത്തിൽ നിന്ന് മാറിപ്പോകരുത്. ഇനി നിങ്ങൾ എത്ര മാന്യന്റെ വേഷം കെട്ടിയാലും ഞാൻ ഒരിക്കലും നിങ്ങളെ അംഗീകരിക്കാൻ പോണില്ല. ഈ ജന്മത്തിൽ നിങ്ങളെ സ്നേഹിക്കാൻ എനിക്കാവില്ല. ഇനി ഇത്തരം കോമാളിത്തരമായിട്ട് എന്റെ മുന്നിൽ വരരുത്. നിങ്ങൾ ഏൽപ്പിച്ച പല മുറിവുകളും ഇപ്പോഴും എന്റെ ഉള്ളിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. മൈനെ, ഞാനൊന്നും മോഹിച്ചിട്ടൊന്നല്ല. വെറുതെ കൊണ്ടുവന്നതാ. ഇതിന് വേറെ അർത്ഥമൊന്നും നീ കാണണ്ട. പോട്ടെ അമ്മണിമേ. കുറെ കൂടിപ്പോയി മേനെ. പാവം, കണ്ണു നിറഞ്ഞ ആ കൊച്ചൻ പോയത്. ഇത്രയും ദുഷ്ടയാവരുത്. പാവം, നിങ്ങൾക്ക് എന്തറിയാം അവനെ പറ്റി? ഒരാൾ എന്നും ദുഷ്ടനായിരിക്കുമോ? അമ്മണിമേ, പണ്ടെങ്കോ എന്തോ ചെയ്തതിന്റെ പേരിൽ അത് ഉള്ളിൽ കൊണ്ടു നടന്ന് അവനെ ഇത്രയ്ക്കങ്ങ് തരം താഴ്ത്തിയപ്പോ നിനക്ക് സന്തോഷം തോന്നിയിട്ടുണ്ടാവും. വലിയ മിടുക്കിയാണെന്ന വിചാരം ഉണ്ടാവും. എന്നാൽ നീ മറന്നുപോയൊരു കാര്യമുണ്ട്. നിനക്ക് വേണ്ടി എന്തൊക്കെ സഹിച്ചതവൻ. എന്നിട്ടും ഒരു സഹായം ആവശ്യമായി വന്നപ്പോഴൊക്കെ ആ കൊച്ചിനെ ഈ പടിയേറി വരാൻ ഉണ്ടായിരുന്നുള്ളൂ. അത് മറക്കരുത്. ഒന്നുമില്ലേലും ഇപ്പൊ നിന്റെ ഉള്ളിലൂടെ ഓടുന്ന രക്തം അത് അവൻ തന്ന ദാനമാണ്. സ്നേഹിച്ചു പാലൂട്ടി വളർത്തിയെന്നും പറഞ്ഞ് ആരെയും കണ്ടില്ലല്ലോ ഇവിടെ. ഇനി ആരും വരാനും പോകുന്നില്ല. മോളെ, ചവിട്ടി നിൽക്കുന്ന മണ്ണിനെ മറന്നു പോകരുത്. കാൽച്ചുവട്ടിലെ മണ്ണ് ചോർന്നു പോയാൽ പിന്നെ നമ്മളില്ല.
പെട്ടെന്ന് ഇറങ്ങിയെന്നേ. അപ്പോ അപ്പോ എന്റെ ഫോൺ എവിടെയാ വെച്ചേ? അപ്പോ എന്താ ചെയ്യാ? എന്താ അമ്മേ? നീ ഇത് എവിടെ പോയി കിടക്കായിരുന്നടി? എത്ര നേരമായി ഞാൻ വിളിക്കുന്നു. അപ്പൊ മോള് ഗെയിം കളിക്കാനെന്ന് പറഞ്ഞ് എന്റെ ഫോൺ എടുത്തോണ്ട് പോയതാ. അവളിതാ ഹോളി കൊണ്ടുപോയിട്ടിരിക്കുന്നു. എന്താ അമ്മേ അത്യാവശ്യം? നീ ഇന്നത്തെ പത്രം കണ്ടോ? ഞാൻ പത്രം വായന നിർത്തിയിട്ട് കാലം കുറയായി. എന്താമ്മേ, അച്ഛന്റെ വല്ല ന്യൂസ് ഉണ്ടോ? അച്ഛനല്ല വിശേഷം, നിന്റെ ഹരിക്ക്. പത്രം എടുത്ത് നോക്കടി കഴുതേ. മൈനയുടെ കുഞ്ഞിനെ കാണാതായ വിവരം ദേ പത്രത്തിൽ കിടക്കുന്നു. SP ഹരിശങ്കറിന് ഈ കേസിൽ പങ്കുള്ളതായി കാണാതായ കുഞ്ഞിന്റെ അമ്മ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നുണ്ടെന്നാ. ലക്ഷ്മിയുടെ പേരും ഉണ്ട് ഇതില്. ഇതാകെ പ്രശ്നമാവും കേട്ടോ. ഗൗരി, ഗൗരി, നീ കേൾക്കുന്നുണ്ടോ? നീ ഫോൺ ഓഫ് ചെയ്തു വെച്ചോ, അതാ നല്ലത്. ആഹാ, ദേ ചാനലിൽ സ്ക്രോൾ പോകുന്നുണ്ട്. ഞാൻ വിളിക്കാം നിന്നെ. സിദ്ധു, ഈ പത്രത്തിലൊരു ന്യൂസ് ഉണ്ട്, ഒന്ന് വായിച്ചു നോക്കിയേ. എന്ത് ന്യൂസാ? വായിച്ചു നോക്ക്. നീ വായിച്ചതാണോ? ഞാൻ മാത്രല്ല, ഇപ്പൊ ഈ കേരളം മുഴുവൻ വായിച്ചു കാണും. എന്നാ പിന്നെ അങ്ങ് പറഞ്ഞാ പോരെ, വെറുതെ വെറുപ്പിക്കണോ കാലത്ത്? എന്നാ കേട്ടോ. പ്രസവിച്ച് മണിക്കൂറുകൾ തികയും മുമ്പ് ലക്ഷ്മി ഹോസ്പിറ്റലിൽ നിന്നും ഒരു പൊടിക്കുഞ്ഞിനെ കാണാതായി. മുഴുവൻ വായിച്ചു നോക്ക്. നല്ല ഒന്നാന്തര മലയാളത്തില് ഒരു കണ്ണീർ കഥ പോലെ എഴുതി വന്നിട്ടുണ്ട്. SP ഹരിശങ്കറിനെയും ചേർത്ത് എഴുതിയിട്ടുണ്ട്. ഇനി പെടും, ഹരിശങ്കറും ടീമും ഇനി പെടും. ആ ഡോക്ടറും പെടും. ലക്ഷ്മി, ഗൗരിയടത്തിന്റെ ഫ്രണ്ട്, കഴിഞ്ഞ ദിവസം വന്നിരുന്നു. എന്തായിരുന്നു ജാട. ഒരു കാര്യം മാത്രം ഈ ന്യൂസിലില്ല, ആ കാണാതായ കുഞ്ഞിന്റെ അച്ഛന്റെ പേര്. എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുത്തേനെ. SP ഹരിശങ്കർ. പൊടിഞ്ഞു വീഴണ അയാളുടെ അഭിമാനം. ഹരിശങ്കർ എല്ലാം എല്ലാം നശിപ്പിച്ചത് അയാൾ മാത്രമാ. എത്ര നല്ലവനായിരുന്നു അയാള്. എത്ര സന്തോഷത്തോടെ ജീവിച്ച കുടുംബമായിരുന്നു ഇത്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയുമായിരുന്നു, മാനസയുടെ വീട്ടിൽ താമസിക്കാൻ ഒരു ഭാഗ്യം വേണോന്ന്. സ്വർഗമായിരുന്നു. ഇതൊരു നരകമാക്കിയതും അയാൾ തന്നെയാ. ഇപ്പൊ നാട്ടുകാരൊക്കെ ഓരോ കഥകൾ ഉണ്ടാക്കി പറഞ്ഞ് ചിരിക്കുകയായിരിക്കും. മരിച്ച മതി ഇനി എല്ലാരും ചേർന്ന് നല്ല വിഷവും കുടിച്ച്. സിദ്ധു എന്തിനാ വിഷമിക്കുന്നത്? ഇങ്ങനെയൊക്കെ കേൾക്കണമെന്നും ഒരു തെറ്റും ചെയ്യാത്ത നമ്മളൊക്കെ ഈ നാണക്കേട് അനുഭവിക്കണമെന്നും ആവും വിധി. അനുഭവിക്കാം, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. അല്ലേ സിദ്ധു? അനുഭവിക്കണം. സിദ്ധു എവിടേക്കാ? വെറുതെ ഞാൻ വരാം. ആ സിദ്ധു, ഒരു കാര്യം ചോദിക്കാൻ മറന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗൗരിയടത്തിന്റെ ഫ്രണ്ട് ഇവിടെ വന്നിരുന്നു, ഡോക്ടർ ലക്ഷ്മി. അവരിവിടെ വന്ന് എന്നെ മീറ്റ് ചെയ്തു. അവര് സിദ്ധുവിനെ ചോദിച്ചു. എങ്ങനെയാ അവര് സിദ്ധുവിനെ അറിയുന്നത്? സിദ്ധു എന്തിനാ അവരുടെ ഹോസ്പിറ്റലിൽ പോയത്? അതൊരു പ്രഗ്നൻസി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അല്ലേ? അത് ഞാൻ അന്ന് ഹരിയേട്ടനൊപ്പം, അല്ലാതെ പുറത്തേക്കൊന്നും ഇറങ്ങണ്ട. വെറുതെ എന്തിനാ ആളുകളെ കൊണ്ട് ചിരിപ്പിക്കുന്നത്? ഒന്നോർത്താ നന്നായി. ഇങ്ങനെയൊക്കെ ചെയ്യണം. വെറുപ്പും അറപ്പും ഒക്കെ ആണെങ്കിലും
മൈനയോട് ഈ ഒരൊറ്റ കാര്യത്തിൽ എനിക്ക് ബഹുമാനം തോന്നി. അറിയട്ടെ നാട്ടുകാര്, പെങ്ങളെ പോലെ സ്നേഹം നടിച്ചുകൊണ്ട് നടന്നിട്ട് ഒടുവിൽ ചതിച്ച് പെരുവഴിയിൽ തള്ളുന്ന മാന്യന്മാരെ ജനം തിരിച്ചറിയട്ടെ. മൈനയുടെ ഗതി വേറെ ആർക്കും ഉണ്ടാവരുത്. ഞാൻ കരുതിയില്ല അവൾ ഇങ്ങനെ ഒരു തന്റെ ഇടം കാണിക്കുന്നു. കുഞ്ഞിനെ കാണാതായതോടെ അവളെല്ലാം തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും.